ഓണറേറിയം വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 23-ാം ദിവസവും തുടരുന്നു. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷം ഒന്നടങ്കം സമരപന്തലിലെത്തി. വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി PS വിനയ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമരപന്തലിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ നിരവധി നേതാക്കളാണ് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നെത്തിയത്. നിയമസഭയിലെ വോക്കൌട്ടിന് ശേഷം മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ആദ്യം ഈ സമരപന്തലിലേക്ക് എത്തി. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ടി സിദ്ദിഖ് MLAയും ഉണ്ടായിരുന്നു. ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയും രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുകയുണ്ടായി. സമരത്തെ രാഷ്ട്രീയമായി നേരിടുന്ന CPM രീതിയെ അദ്ദേഹം വിമർശിച്ചു. നിങ്ങളുടെ സമരം വളരെ ന്യായമാണ്. ഈ ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കുന്നത് വരെ ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ യോശുവായിരുന്നു. ഇയാളെന്താ വിചാരിച്ചു? ഇയാൾ രാജാവാണ്. രാജാവാണെന്നാണ് ഇയാളെ വിചാരം. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഹങ്കാരവും ധാർഷ്ട്യവും വെടിഞ്ഞുകൊണ്ട് ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും പരിശോധിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് BJPയുടെ മഹിളാ മോർച്ചയുടെ മാർച്ച് സമരപന്തലിലേക്കുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. BJP നേതാക്കളായ PK കൃഷ്ണദാസും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സമരത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്നുള്ള ഒരു വിചാരം സംസ്ഥാന സർക്കാരിന് വേണ്ടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ആശാ വർക്കർമാരെ, ഹെൽത്ത് വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോൾ മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ് MLA, ഫ്രാൻസിസ് ജോർജ് MP തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ സമരത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സമരപന്തലിൽ എത്തുകയും സംസാരിക്കുകയും ഉണ്ടായി. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കണം. പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. വിരമിക്കൽ പ്രായം 62 ആക്കി നിശ്ചയിക്കണം തുടങ്ങിയ ആവശ്യങ്ങളിലെല്ലാം ഉറച്ചുകൊണ്ടാണ് ആശമാർ സമരം ചെയ്യുന്നത്. ഈ 23-ാം ദിവസവും ഈ ആവശ്യങ്ങളിൽ മുഴുവനും അംഗീകരിക്കപ്പെടാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആശാമാരുള്ളത്. ജയകുമാറിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.